ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. آمين. സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാമിൽ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചു വരുന്നത് ബാബു സിഫത്തി സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നത് സഹാബത്ത് നമുക്ക് വിശദീകരിച്ചു തരുന്ന ഹദീസുകളാണ് ഇതിലുള്ളത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ചും അതുപോലെ ദുആഉൽ ഇസ്തിഫ്താഹിനെ കുറിച്ചുമെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി. ഇനി അടുത്ത ഹദീസുകളിലൂടെ ബാക്കി ഭാഗങ്ങൾ, നിസ്കാരത്തിന്റെ മറ്റു കർമ്മങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم كان يرفع يديه حذو منكبيه إذا افتتح الصلاة وإذا كبر للركوع وإذا رفع رأسه من الركوع رفعهما كذلك وقال سمع الله لمن حمده ربنا ولك الحمد وكان لا يفعل ذلك في السجود. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ഹദീസ്. വളരെ പ്രശസ്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നു വന്ന മുത്തബിഉസ് സുന്ന എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഈ ഹദീസിൽ തക്ബീറത്തുൽ ഇഹ്റാം അത് പറയുമ്പോഴും അതുപോലെ മറ്റ് തക്ബീറത്തുൽ ഇന്തിഖാലുകളിൽ ചിലത് പറയുമ്പോഴും എങ്ങനെയാണ് നമ്മുടെ കൈകൾ ഉണ്ടായിരിക്കേണ്ടത്, എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത് പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ യദൈഹി ഹദ്വ മൻകിബൈഹി ഇദ ഇഫ്തതഹ അസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് അവിടുന്ന് 2 കൈകളും ഉയർത്തും, അവിടുത്തെ ചുമലിനോടൊപ്പം, അഥവാ അവിടുത്തെ ചുമലിനോട് നേരെയായിട്ടാണ് അവിടുന്ന് 2 കൈകളും ഉയർത്താറുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വേറെ ചില റിവായത്തുകളിൽ ചുമലിനോടൊപ്പം എന്നതുപോലെ തന്നെ ചെവിക്കുറ്റിയോടൊപ്പം എന്നും കാണാൻ സാധിക്കും. അതുപോലെ ചെവിയുടെ അഗ്രഭാഗത്തിനോടൊപ്പം എന്നും കാണാൻ സാധിക്കും. ഇതിനെ ചില പണ്ഡിതന്മാർ ഇത് ജംഅ് ചെയ്തവരായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. വേറെ ചില പണ്ഡിതന്മാർ ഇത് രണ്ടും 2 വ്യത്യസ്ത സുന്നത്തുകളാണ്, ചില സമയത്ത് ഒന്നും മറ്റു ചില സമയത്ത് വേറൊന്നും എടുക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. ആദ്യത്തെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കൈ ചുമലിനോടൊപ്പം, വേറൊരു റിവായത്തിൽ ചെവിയോടൊപ്പം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം, ഇങ്ങനെ നമ്മൾ കൈ ഉയർത്തി കഴിഞ്ഞാൽ കൈയുടെ അടിഭാഗം അത് ചുമലിനോടൊപ്പമാകും, കൈയുടെ മുകൾ ഭാഗം അത് ചെവിയോടൊപ്പമാകും, ചെവിക്കുറ്റിയോടൊപ്പമാകും, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് രണ്ടും സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് 11 വർഷത്തിനിടെ. അപ്പോൾ അത് വ്യത്യസ്ത രൂപങ്ങളിൽ അവിടുന്ന് വന്നിട്ടുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഒരു രൂപപ്രകാരം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ചുമലിനോടൊപ്പം നമ്മുടെ കൈയുടെ മധ്യഭാഗമാകുക, ഉള്ളൻ കൈയുടെ മധ്യഭാഗമാകുന്ന രൂപത്തിൽ നമ്മൾ ഉയർത്താം. ഇത് സുന്നത്തായ ഒരു രൂപമാണ്. മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഉയർത്തിയിട്ട് നമ്മുടെ ചെവിക്കുറ്റിയുടെ അത്രയും അല്ലെങ്കിൽ അല്പം അതിനേക്കാൾ അല്പം ഉയർത്തിയിട്ട് അങ്ങനെയും ഉയർത്താം. ഈ 2 രൂപവും സുന്നത്താണ്. ഇത് രണ്ടും മാറ്റി മാറ്റി ഒരാൾക്ക് നിസ്കാരത്തിൽ ഉപയോഗിക്കാം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ സുന്നത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു സുന്നത്തും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും എല്ലാ സുന്നത്തുകളും
നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്. അപ്പോൾ ഒരു നിസ്കാരത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ നമ്മൾ ഒന്ന് ചുമര് വരെ ഉയർത്തും. ഇനി വേറൊരു സുന്നത്ത് നിസ്കാരം, അതേ നിസ്കാരത്തിന്റെ ഒരു റവാത്തിബ് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി കൈകൾ ഉയർത്തും. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ രണ്ട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും ചെയ്തതാണെങ്കിൽ അത് രണ്ടിനെയും ഇത്തിബാ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ രണ്ട് സുന്നത്തും നമുക്ക് സമൂഹത്തിൽ അതിനെ സംരക്ഷിക്കാൻ സാധിക്കും. ജനങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരു സുന്നത്ത് മാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ആളുകൾക്ക് അതല്ലാതെ മറ്റേ സുന്നത്ത് അറിയുകയുണ്ടാവുകയില്ല. അതുകൊണ്ട് രണ്ടും എടുക്കുക എന്നുള്ളത്, രണ്ട് സുന്നത്തും അത് സംരക്ഷിക്കുന്ന, സുന്നത്തിനെ സംരക്ഷിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കും. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്, അത് നമുക്ക് കൂടുതൽ ഖുശൂ ലഭിക്കാനോ, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ ഇബാദത്താകട്ടെ അത് വ്യത്യസ്ത രൂപത്തിൽ ചെയ്യുമ്പോൾ യാന്ത്രികമാകാതെ അതിനെ കൂടുതൽ ഖുശൂവോടുകൂടി സുന്നത്തിനെ പിൻപറ്റുന്നു എന്നുള്ള നിയ്യത്തെല്ലാം കൊണ്ടുവന്നിട്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ്. അത് പല സന്ദർഭങ്ങളിലും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ ദുആഉൽ ഇസ്തിഫ്താഹ് എന്നും കൈകെട്ടിയ ഉടനെ തന്നെ നമ്മൾ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് ഓതുന്നു, അല്ലെങ്കിൽ വേറെ ചില ആളുകൾ വജ്ജഹ്തു ഓതുന്നു. ചിലപ്പോൾ എന്താണ് ചൊല്ലുന്നത് എന്ന് ഓർമ്മയുണ്ടാവില്ല. എന്നാൽ ഒരു 3-4 ദുആഉൽ ഇസ്തിഫ്താഹ് പഠിച്ചൊരു വ്യക്തി ഒരു തവണ അല്ലാഹുമ്മ ബാഇദ് ബൈനി ഓതും, വേറൊരു തവണ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക തബാറക ഇസ്മുക ഓതും, വേറൊരു തവണ വജ്ജഹ്തു വജ്ഹിയ ലില്ലദി എന്നുള്ളത് ഓതും. അങ്ങനെ ഓതുമ്പോൾ അതിന്റെ ഗുണം എന്താണ്? കാരണം അവൻ നിസ്കാരത്തിൽ ഒരു ഖുശൂ ഉണ്ടാകും. അതുപോലെ റുക്കൂയിലേക്ക് പോകുമ്പോൾ എന്നും സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുന്നതിന് പകരം ചില സമയത്ത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, വേറെ ചില സമയത്ത് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, ഇങ്ങനെ മാറ്റി മാറ്റി ശീലിക്കുമ്പോൾ നമ്മൾ യാന്ത്രികമാകാതെ കൂടുതൽ ആ ദുആ ചെയ്യുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുപകരിക്കും. ഇങ്ങനെയുള്ള കാരണങ്ങൾ നിരത്തിയിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ സുന്നത്തുകൾ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഒന്ന് ഒഴിവാക്കിയിട്ട് മറ്റൊന്ന് മാത്രം ചെയ്യുന്നതിന് പകരം എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കൈ ഉയർത്തുക എന്നുള്ളത് ഈ രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഹദ്വ മൻകിബൈഹി എന്നുള്ളതാണ് ഈ റിവായത്തിൽ വന്നിട്ടുള്ളത്. അഥവാ നമ്മുടെ ചുമലിനോടൊപ്പം ഉയർത്തുക, ചുമലിനോടൊപ്പം ഉയർത്തുക, ചുമല് തട്ടേണ്ടതില്ല, ചുമലിനോടൊപ്പം ഉയർത്തുക. അതുപോലെ വേറെ ചില റിവായത്തിൽ വന്നതുപോലെ ഷഹ്മതി ഉദ്നൈഹി, ഇമാം അഹ്മദിന്റെ റിവായത്തിൽ വന്നതുപോലെ ഷഹ്മതി ഉദ്നൈഹി, ചെവിക്കുറ്റിയുടെ ഭാഗം അത്രയും ഉയർത്തുക. വഇല ഫുറൂഇ ഉദ്നൈഹി, ചെവിക്കുറ്റിയുടെ അഗ്രഭാഗത്തേക്ക് ഉയർത്തുക. ഇങ്ങനെല്ലാം വ്യത്യസ്ത റിവായത്തിൽ വന്നത് ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ യദൈഹി ഹദ്വ മൻകിബൈഹി ഇദാ ഇഫ്തതഹ അസ്സലാ. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മളവിടെ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ എന്നുള്ളതാണ് എന്ന കാര്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് നിന്നുകൊണ്ടാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് ചൊല്ലുമ്പോൾ കൈകൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നതുമാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം അതിനുശേഷം പറയുന്നത്, എപ്പോഴാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും, എപ്പോഴാണ് നമ്മൾ കൈകൾ ഉയർത്തേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തണോ, അതല്ല നമ്മൾ കൈകൾ ഉയർത്തിയതിനു ശേഷം പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറയണോ, അതല്ല കൈകൾ ഉയർത്തുന്നതും തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നതും എല്ലാം ഒരുമിച്ച് തന്നെ ആകേണ്ടതുണ്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നതിൽ ഖിലാഫുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ഹദീസുകളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. ഈ 3 ഹദീസുകളും ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും എല്ലാം ഉദ്ധരിച്ച ഹദീസുകൾ തന്നെയാണ്. ചില റിവായത്തിൽ അവിടുന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് കൈകൾ ഉയർത്തി കെട്ടിയിട്ടുള്ളത്. വേറെ ചില റിവായത്തിലുള്ളത് ആദ്യം കൈകൾ ഉയർത്തിയതിനു ശേഷം പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടിയതായി കാണാൻ സാധിക്കും. വേറെ ചില റിവായത്തിൽ കൈകൾ ഉയർത്തുന്നതും കെട്ടുന്നതും അതിനിടയിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടിയതായും കാണാൻ സാധിക്കും. ഇങ്ങനെ 3 രൂപത്തിലും ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 രൂപത്തിലും ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ ഇങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ കൈകൾ ഉയർത്തി കെട്ടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയാം അവസാനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ കൈകൾ കെട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉയർത്തി കെട്ടുകയും ചെയ്യാം. ഈ 3 രൂപവും ചെയ്യാം എന്ന് കാണാൻ സാധിക്കും. ഇത് 3 രൂപവും എന്തുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നീട് വരുന്നത് വഇദാ കബ്ബറ ലിറുകൂഇ, അതുപോലെ റുക്കൂയിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത്, വഇദാ റഫഅ റഅസഹു മിനർ റുകൂഇ, അതുപോലെ റുക്കൂയിൽ നിന്നും തല ഉയർത്തുന്ന സമയത്ത് അഥവാ ഇഅ്തിദാലിലേക്ക് വരുന്ന സമയത്ത് റഫഅഹുമാ കദാലിക്,
അവ രണ്ടും അപ്രകാരം തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ഹസ്വമൻ കിബൈ. അതുകൊണ്ട് തന്നെ ഒരാൾ റുക്കൂയിലേക്ക് പോകുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് റുക്കൂയിലേക്ക് പോകേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ ഈ രണ്ടും ചുമലിനോടൊപ്പം ഉയർത്തി അങ്ങനെ റുക്കൂയിലേക്ക് പോകുക. ഇനി അതുപോലെ തന്നെ റുക്കൂയിൽ നിന്നും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇമാം എഴുന്നേൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ മഅ്മൂമീങ്ങൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കൈകൾ രണ്ടും ഉയർത്തുകയാണ് വേണ്ടത് എന്നും ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ 3 സ്ഥലങ്ങളിൽ കൈകൾ ഉയർത്തേണ്ടത് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിൽ, രണ്ടാമത്തേത് റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത്, മൂന്നാമത്തേത് റുക്കൂയിൽ നിന്നും ഉയരുന്ന സമയത്ത്. എന്നാൽ നാലാമത്തെ ഒരു രംഗമുണ്ട്. നാലാമത് തക്ബീർ ചൊല്ലുമ്പോൾ കൈകൾ ഉയർത്തേണ്ട മറ്റൊരവസ്ഥയുണ്ട്. അത് ഒന്നാമത്തെ തശഹുദിൽ നിന്നും, അത് 2 തശഹുദുള്ള നിസ്കാരങ്ങളിൽ, മഗ്രിബ്, ഇശ, ളുഹർ, അസ്ർ പോലെയുള്ള 2 തശഹുദുള്ള നിസ്കാരങ്ങളിൽ ഒന്നാമത്തെ തശഹുദിൽ നിന്നും 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്തും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന യർഫഉ യദൈഹി ഇദാ ഖാമ മിന തശഹുദിൽ അവ്വൽ. ഒന്നാമത്തെ തശഹുദിൽ നിന്നും ഉയരുന്ന സമയത്ത് അവിടുന്ന് കൈകൾ ഉയർത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അതിനൊരു ഖായിദ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് കൈകൾ ഉയർത്തേണ്ടത് എന്ന വിഷയത്തിൽ ഒരു ഖായിദ പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർ പറയുന്നത്, ഇന്ന കുല്ല തക്ബീറാത്തിൻ മിന തക്ബീറാത്തിൽ ഇഹ്റാം യസ്ബിഖുഹാ സുജൂദുൻ ഔ യൽഹഖുഹാ സുജൂദുൻ ഫഇന്നഹു ലാ തുർഫഉ ഫീഹാ അൽ യദൈൻ. സുജൂദ്, ഏതെങ്കിലും ഒരു തക്ബീർ അത് സുജൂദിലേക്ക് പോകുന്നതോ അതല്ലെങ്കിൽ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുന്നതോ ആണെങ്കിൽ അതിൽ കൈകൾ ഉയർത്തേണ്ടതില്ല. അതല്ലാത്ത തക്ബീറുകൾക്കെല്ലാം തന്നെ കൈകൾ ഉയർത്തേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ സുജൂദിലേക്ക് പോകുന്നതോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതോ ആയ കാര്യങ്ങൾക്കൊന്നും കൈകൾ ഉയർത്തേണ്ടതില്ല. അപ്പോൾ ഒരാള് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് സുജൂദിലേക്കാണ്. അപ്പൊ ആ സുജൂദിലേക്ക് പോകുന്നതിന് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈകൾ ഉയർത്തേണ്ടതില്ല. പിന്നീട് സുജൂദിൽ നിന്നും ഇടയിലെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ സുജൂദിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ അവിടെ കൈകൾ ഉയർത്തേണ്ടതില്ല. ഇനി ഇടയിലെ ഇരുത്തത്തിൽ നിന്നും സുജൂദിലേക്കാണ് പോകുന്നത്, അപ്പോഴും കൈകൾ ഉയർത്തേണ്ടതില്ല. പിന്നീട് സുജൂദിൽ നിന്നും ഒരാൾ 1ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ സുജൂദിൽ നിന്നാണ് വരുന്നത്, അപ്പോഴും കൈകൾ ഉയർത്തേണ്ടതില്ല. അപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോഴോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതോ ആയ സന്ദർഭങ്ങളിൽ കൈകൾ ഉയർത്തേണ്ടതില്ല എന്നത് പണ്ഡിതന്മാർ ഒരു ഖായിദയായി പറഞ്ഞതായി കാണാൻ സാധിക്കും. മറിച്ച് അതല്ലാത്ത സന്ദർഭങ്ങളിലാണ്, ബാക്കിയുള്ള സന്ദർഭങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതല്ലാത്ത സന്ദർഭങ്ങളിലാണ് കൈകൾ ഉയർത്തേണ്ടത്. ഇവിടെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, തശഹുദിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇരുന്നിടത്തുനിന്ന് തന്നെ കൈകൾ ഇങ്ങനെ ഉയർത്തുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അത് ശരിയല്ല. കാരണം ഹദീസിൽ വളരെ കൃത്യമായിട്ട് ഇദാ ഖാമ, എഴുന്നേറ്റാൽ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇരുന്നു കൊണ്ട് ഒരാൾ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ശരിയല്ല. എഴുന്നേറ്റാലാണ് കൈകൾ ഉയർത്തേണ്ടത് എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കൈകൾ ഉയർത്തുക എന്നുള്ളത് ശരിയല്ല, മറിച്ച് എഴുന്നേറ്റതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഈ 4 സന്ദർഭങ്ങളിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയിട്ടുള്ളൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ എപ്പോഴാണ് കൈകൾ ഉയർത്തേണ്ടത് എന്നതാണ് ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നീട് പറയുന്നത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന കാര്യമാണ്. വഇദാ റഫഅ റഅസഹു മിന റുകൂഇ റഫഅഹുമാ കദാലിക്, റുകൂയിൽ നിന്നും ഉയർന്നാലും അതുപോലെ തന്നെ ചെയ്യണം. വഖാല സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ്. അങ്ങനെ ഇമാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇമാം പറയേണ്ടത് എന്താണ്? എഴുന്നേൽക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ, അതുപോലെ റബ്ബനാ വലക്കൽ ഹംദ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇമാമിനും മഅ്മൂമിനും വ്യത്യസ്ത രൂപങ്ങളിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇമാം എഴുന്നേൽക്കുന്ന സമയത്താണ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത്. എന്നാൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല. ഇമാമിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടത്. മഅ്മൂമിനോട് എന്താണ് പറയേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഇദാ ഖാലൽ ഇമാമു സമി അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞുകൊള്ളുക. അവിടെ ഫഖൂലു മിസ്ലഹു എന്ന് പറഞ്ഞിട്ടില്ല, ഇമാം പറഞ്ഞതുപോലെ പറയാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ നമുക്ക് രണ്ടും ഉൾക്കൊള്ളിക്കാമായിരുന്നു. മറിച്ച് ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ എന്തു പറയണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഫഖൂലു റബ്ബന വലക്കൽ ഹംദ്. അപ്പൊ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് മഅ്മൂമിങ്ങൾ
എഴുന്നേൽക്കുന്ന സമയത്താണ് റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുന്നത്. ഇമാം ആകട്ടെ എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് റബ്ബന വലക്കൽ ഹംദ്. അതുപോലെ ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയും എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുന്നത്. അത് രണ്ടും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ ഇമാമിനെ എല്ലാ കാര്യത്തിലും പിൻപറ്റണം എന്ന പൊതു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും ഇമാമിനെ പോലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റബ്ബന വലക്കൽ ഹംദ് ശേഷം പറയാൻ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാഹിറായ വ്യക്തമായ ഖൗലിനെതിരാണ്. കാരണം അവിടുന്ന് ഇദാ ഖാലൽ ഇമാമു സമി അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആ രൂപത്തിൽ പറയുക. ഇനി പറയുന്ന റബ്ബന വലക്കൽ ഹംദ് അത് 4 രൂപത്തിൽ വന്നിട്ടുണ്ട്. ചില റിവായത്തിൽ റബ്ബന വലക്കൽ ഹംദ് നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ, വേറെ ചില റിവായത്തിൽ വാവില്ലാതെ റബ്ബന ലക്കൽ ഹംദ് അങ്ങനെയും വന്നിട്ടുണ്ട്. റബ്ബന വലക്കൽ ഹംദ് എന്നും പറയാം, റബ്ബന ലക്കൽ ഹംദ് എന്നും പറയാം. വേറെ ചില റിവായത്തിൽ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് നമ്മൾ പറയുന്നതിനോടൊപ്പം ഒരു അല്ലാഹുമ്മ ചേർത്തുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്. വേറെ ചില റിവായത്തിൽ രണ്ടാമത് പറഞ്ഞതിനോടൊപ്പം അല്ലാഹുമ്മ എന്ന് കൂട്ടിക്കൊണ്ട് അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് വാവില്ലാതെ. ഇങ്ങനെ 4 രൂപത്തിലും വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും അസഹായിട്ട് വന്നത്, ഏറ്റവും സഹീഹായിട്ട് വന്നത് റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളലാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്, ഇത് ഓരോന്നായി മാറ്റി മാറ്റി ചൊല്ലാം എന്നുള്ളതും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരു സമയത്ത് റബ്ബന വലക്കൽ ഹംദ്, വേറൊരു സമയത്ത് അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, ഇനി റബ്ബന ലക്കൽ ഹംദ് അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, ആ രൂപത്തിലെല്ലാം മാറ്റി ചൊല്ലാം. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെ നമുക്കത് ചൊല്ലാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം അവസാനം പറഞ്ഞു വകാന ലാ യഫ്അലു ദാലിക ഫിസ് സുജൂദ്, അവിടുന്ന് ഒരിക്കലും സുജൂദിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. അഥവാ സുജൂദിലേക്ക് പോകുമ്പോഴോ സുജൂദിൽ നിന്ന് ഉയരുമ്പോഴോ. അതാണ് പണ്ഡിതന്മാർ ആ ഒരു കായിദ, നേരത്തെ പറഞ്ഞ ഒരു തത്വം ഈ ഹദീസിന്റെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയതാണ്. വകാന ലാ യഫ്അലു ദാലിക ഫിസ് സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദിലേക്ക് പോകുമ്പോഴോ സുജൂദിൽ നിന്നും ഉയരുമ്പോഴോ അങ്ങനെ കൈകൾ ഉയർത്താറുണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ ആ നിലക്ക് ഉയർത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ചില റിവായത്തുകളിൽ ഇമാം തിർമിദിയുടെ ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, അന്നഹു കാന യർഫഉ യദൈഹി ഫീ കുല്ലി ഖഫ്ളിൻ വറഫ്, അവിടുന്ന് ഓരോ ഉയർച്ചയിലും താഴ്ചയിലും കൈകൾ ഉയർത്തുമായിരുന്നു എന്ന് വന്നിട്ടുണ്ട് എന്നാണ്. അതിന് പണ്ഡിതന്മാർ മറുപടി പറയുന്നത് ഈ ഹദീസ് കൂടുതൽ അസഹായ, വളരെ സഹീഹായ, നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെയുള്ള ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകൾക്കെതിരാണ്. അപ്പോൾ ഒരു രൂപം ബുഖാരിയിലും മുസ്ലിമും പോലെയുള്ള ഏറ്റവും സിഹത്തുള്ള ഹദീസുകൾക്കെതിരായിട്ട് വരികയാണ് എങ്കിൽ പണ്ഡിതന്മാർ അതിനെ ഷാദ് ആയിട്ടാണ് പരിഗണിക്കുക. അത് ഒറ്റപ്പെട്ട ഹദീസ് എന്ന് പറയും. അതിൽ ദുർബലനായ വ്യക്തി റാവി ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ ഏറ്റവും സ്വീകാര്യനായ വ്യക്തി പറഞ്ഞതാണ് കൂടുതൽ സ്വീകരിക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുപറ്റിയതാകാം എന്ന് പരിഗണിച്ചുകൊണ്ട് ഇതാണ് കൂടുതൽ പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ആ റിവായത്തിനെ ചില പണ്ഡിതന്മാർ അത് ആ നിലക്ക് സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മആദിലൊക്കെ പറഞ്ഞ മറ്റൊരു രൂപം പറഞ്ഞതായി കാണാൻ സാധിക്കും. അവിടെ കാന യുകബ്ബിറു കുല്ലമാ ഖഫള വ കുല്ലമാ റഫഅ എന്നാണ് പറയേണ്ടിയിരുന്നത്. അതിനു പകരം അഥവാ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും തക്ബീറു ചൊല്ലുമായിരുന്നു എന്നായിരുന്നു പറയേണ്ടത്. അതിനു പകരം റഫഅ യദൈഹി എന്ന് റാവി തെറ്റി പറഞ്ഞതായിരിക്കാം. അഥവാ മഖ്ലൂബായ ഹദീസ്, ഇങ്ങനെ മാറിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ട്. റാവിക്ക് ഇപ്പൊ തെറ്റുപറ്റാം, ചില റാവികൾക്ക് പറയുന്ന സമയത്ത് തെറ്റുകൾ പറ്റിയേക്കാം. അപ്പൊ അങ്ങനെ വന്നതായിരിക്കാം എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. അതുകൊണ്ട് തന്നെ സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്ത് കൈകൾ ഉയർത്താൻ ഈ ഹദീസ് തെളിവല്ല എന്നതാണ് മുൻഗാമികളും അതുപോലെ ഇപ്പോഴുള്ള ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഹദീസ് عن ابن عباس رضي الله عنهما قال النبي صلى الله عليه وسلم أمرت أن أسجد على 7 أعظم على الجبهة وأشار بيده على أنفه واليدين والركبتين وأطراف القدمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ് എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഹദീസാണിത്.
ഇത് ഓരോ ഹദീസുകളിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഇടയിലുള്ള മുഴുവൻ ഭാഗങ്ങളും ഹദീസുകളിൽ വന്നുകൊള്ളുന്നില്ല. അത് ചിലപ്പോൾ ബുഖാരി മുസ്ലിമും അല്ലാത്ത മറ്റു ചില റിവായത്തുകളിൽ ഉണ്ടാകും. അത് വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ അതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ സുജൂദിന്റെ രൂപമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഉമിർത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളുമിൻ, എന്നോട് 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാനായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അലൽ ജബ്ഹ, എന്നിട്ട് ഒന്നാമതായി പറഞ്ഞത് നെറ്റിത്തടമാണ്. നെറ്റിത്തടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് പറയുന്ന സമയത്ത് അവിടുത്തെ കൈ കൊണ്ട് മൂക്കിലേക്ക് ചൂണ്ടുന്നുണ്ടായിരുന്നു. വഅശാറ ബിയദിഹി അലാ അൻഫിഹി, മൂക്കിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടുന്നുണ്ടായിരുന്നു. പറഞ്ഞത് നെറ്റിത്തടം അലൽ ജബ്ഹ എന്ന വാക്ക് മാത്രമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നെറ്റിത്തടത്തിനോടൊപ്പം തന്നെ അതിൽ തന്നെ പെട്ട ഭാഗമാണ്, അതോടൊപ്പം തന്നെ മുട്ടേണ്ടതാണ് മൂക്കും എന്ന് കാണിക്കാൻ വേണ്ടി അവിടുന്ന് കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു വൽ യദൈനി, അതുപോലെ 2 കൈകൾ, വറുക്ബതൈനി, 2 കാൽമുട്ടുകൾ, വഅത്റാഫിൽ ഖദമൈനി, അതുപോലെ തന്നെ കാലിന്റെ അഗ്രഭാഗങ്ങൾ, വിരലിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ ഉമിർത്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരാണ് കൽപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ശറഇന്റെ നിയമങ്ങൾ അത് കൽപ്പിക്കാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അതുകൊണ്ട് എവിടെയെല്ലാം ഉമിർത്തു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയിക്കേണ്ടതില്ല. ഉമിർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ആമിർ, കൽപ്പിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഇന്റെ കൽപ്പന അത് കൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ അല്ലാഹുവാണ് കൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. എന്താണ് കൽപ്പിച്ചത്? ഉമിർന അൻ നസ്ജുദ്, സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ ചില റിവായത്തിൽ ഉമിർത്തു എന്നുള്ളതിന് പകരം ഉമിർന എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഉമിർത്തു എന്നാണ്, ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. വേറെ ചില റിവായത്തിൽ ഉമിർന അൻ നസ്ജുദ് എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ ഉമിർന എന്ന് വന്നിട്ടുണ്ട്. ഇത് ഏത് ലഫ്ള് വന്നു കഴിഞ്ഞാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് മുഴുവൻ ഉമ്മത്തിനും ബാധകമാണ്. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന മുഴുവൻ ഉമ്മത്തിനും ബാധകമാണ്. അത് എപ്രകാരമാണ് എന്നുള്ളതിൽ ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഉമിർത്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഉൾക്കൊണ്ടു. വേറെ ചിലർ പറഞ്ഞു ഉമിർത്തു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് കൽപ്പന ബാധകമാകുക, പിന്നീട് നമുക്ക് ബാധകമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ്. അതോ കേവലം വാക്കുകളിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഫലത്തിൽ നമ്മളെല്ലാവരും അത് പിൻപറ്റൽ ബാധകമാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉമിർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളും, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാനായിട്ട്. എന്നിട്ട് പറഞ്ഞു അലൽ ജബ്ഹ, ഒന്നാമതായിട്ട് നെറ്റിത്തടമാണ്. അലൽ ജബ്ഹ, നെറ്റിത്തടത്തോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ അശാറ ബിയദിഹി അലാ അൻഫിഹി, മൂക്കിനെയും അവിടുന്ന് കാണിക്കുകയുണ്ടായി. കാരണം മൂക്ക് എന്നുള്ളത് നെറ്റിത്തടവുമായി വേർപെട്ട് കിടക്കുന്ന ഒരു അവയവമാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ അതിനോടൊപ്പം ഒരു ഫാസിലായിട്ട്, ഒരു വേർപാടായിട്ട് മൂക്കിന്റെ ഒരു കുഴിഞ്ഞ ഭാഗം അവിടെ ഉണ്ട്. അപ്പൊ അത് രണ്ടും വേറെ വേറെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ജബ്ഹ എന്ന് മാത്രം പറഞ്ഞാൽ മൂക്ക് ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് അത് കാണിക്കുകയും ചെയ്തു. അത് രണ്ടും വേറെ വേറെയാണ്, എന്നാൽ അത് രണ്ടും ഉൾപ്പെടുത്തുകയും വേണം. ഈ 2 കാര്യങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിലേക്ക് ചൂണ്ടിക്കാട്ടിയത്. അപ്പൊ മൂക്കും തട്ടേണ്ടതുണ്ട്, അതുപോലെ തന്നെ നെറ്റിത്തടവും തട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും സുജൂദ് ചെയ്യുന്ന സമയത്ത് മൂക്ക് തട്ടാതെയാണ് സുജൂദ് ചെയ്തത് എങ്കിൽ അവന്റെ സുജൂദ് ശരിയാവുകയില്ല. ഒരാൾക്ക് ഈ വിഷയം അറിയാം, ആ വിഷയം അറിവോടുകൂടി തന്നെ ഒരാൾ മൂക്ക് തട്ടിക്കാതെ നെറ്റിത്തടം മാത്രം തട്ടിയിട്ട് സുജൂദ് ചെയ്താൽ അവന്റെ സുജൂദ് ശരിയാവുകയില്ല. അങ്ങനെ അവന്റെ നിസ്കാരവും സഹിയാവുകയില്ല, മാറ്റി നിസ്കരിക്കേണ്ടി വരും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മൂക്ക് തട്ടിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ചില ആൾ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രയാസം കാരണം, ജലദോഷമോ മറ്റോ കാരണം അങ്ങനെ മൂക്ക് തട്ടിക്കാതെ നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ശരിയല്ല. മറിച്ച് മൂക്ക് തട്ടിക്കുക എന്നുള്ളത് നിർബന്ധമായ കൽപ്പനയിൽപ്പെട്ട കാര്യമാണ്. നെറ്റിത്തടം തട്ടിക്കുമ്പോൾ തന്നെ മൂക്കും തട്ടിക്കേണ്ടതുണ്ട്. ആ കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. പിന്നീട് പറഞ്ഞത് വൽ യദൈനി, 2 കൈകളെന്നാണ്. ഖുർആനിലും സുന്നത്തിലും യദ് എന്ന് പറഞ്ഞാൽ, കൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരുപാധികമായി പറഞ്ഞാൽ അത് കഫാണ്, മുൻകൈ മാത്രമാണ്. യഥാർത്ഥത്തിൽ യദ് എന്ന് പറഞ്ഞാൽ, കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിരലിന്റെ അറ്റഭാഗം മുതൽ ചുമല് വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഭാഷയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ മുഴുവനാണ്. പക്ഷെ ഖുർആനിലോ സുന്നത്തിലോ യദ് എന്ന് മാത്രം പറഞ്ഞാൽ, അത് ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് ഖായിദയായി പറഞ്ഞു തരുന്നത്, യദ് എന്ന് മാത്രം പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഫാണ്, മുൻകൈയാണ്. നമ്മുടെ ഈ ഉള്ളംകൈ മുൻകൈയാണ് അതുകൊണ്ട് ഉള്ളം കൈ മാത്രമല്ല, ഈ മുൻകൈ, ഉള്ളം കൈയും പുറം കൈയും അടങ്ങുന്ന ഈ മുൻകൈ, ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതല്ല എങ്കിൽ പ്രത്യേകിച്ച് തെളിവ് പറയും. ഇപ്പൊ ഖുർആനിൽ
മോഷ്ടിച്ച ആണിനും പെണ്ണിനും എന്താണ് ശിക്ഷ എന്നുള്ളത് പറഞ്ഞു. വസ്സാരിഖു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിച്ച ആണും മോഷ്ടിച്ച പെണ്ണും അവർക്ക് അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ കൈകൾ ഛേദിക്കുക എന്നുള്ളതാണ്. അവിടെ കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുമൽ മുതലല്ല, അല്ലെങ്കിൽ മുട്ടുമുതലല്ല, മറിച്ച് മുൻകൈയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൈയാണ്. അതുകൊണ്ട് കൈ എവിടെ കണ്ടാലും അത് മനസ്സിലാക്കേണ്ടത് മുൻകൈയാണ്. അതല്ല എങ്കിൽ പ്രത്യേകിച്ച് തെളിവ് വരണം. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ കൈ കഴുകേണ്ട സമയം പറഞ്ഞപ്പോൾ ഖുർആനിൽ സൂറത്തു മാഇദയിൽ ആയത്തുൽ വുളു എന്നറിയപ്പെടുന്ന വുളുവിന്റെ അഹ്കാമുകൾ വിശദീകരിക്കുന്ന ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്തിൽ ഫഗ്സിലു വുജൂഹക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക, വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, അതിനുശേഷം കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക. വെറുതെ ഐദിയക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നു അത് കൈ മാത്രം കഴുകിയാൽ മതി. പക്ഷേ ഇലൽ മറാഫിഖി എന്ന് വളരെ കൃത്യമായിട്ട് മുട്ടുൾപ്പെടെ എന്ന് പറഞ്ഞപ്പോൾ അത് വ്യക്തമായി. അതുകൊണ്ട് കൈ എന്ന് മാത്രം പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൈ മാത്രമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റുക്ബതൈനി, മുട്ട്, രണ്ട് മുട്ടും ഉൾപ്പെടുക. അതുപോലെ തന്നെ അത്റാഫുൽ ഖദമൈനി, കാലിന്റെ അഗ്രഭാഗങ്ങളും ഉൾപ്പെടുക എന്നുള്ളതാണ്. ഇനി ഹദീസിൽ നിന്നുള്ള ചില ഫായിദകളാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പനകൾ അത് സ്വീകരിക്കേണ്ട, പാലിക്കേണ്ട അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദർജയിലേക്ക്, ഒരു ഇലാഹിന്റെ ദർജയിലേക്ക് ഉയർത്തുന്നത് നമ്മൾ കാണുന്നതാണ്. സൂഫികളായിട്ടുള്ള ഷിയാക്കളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ ദർജയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തുന്നു. എന്നാൽ ഈ ഹദീസിൽ നിന്നും അതുപോലെ ധാരാളം മറ്റ് തെളിവുകൾ, ഒരുപാട് തെളിവുകളുണ്ട്. അതിൽപ്പെട്ട ഒരു തെളിവ് മാത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർത്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ കൽപ്പിക്കപ്പെടുന്ന ഒരുവനാണ്, അടിമയാണ്. അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിച്ചാൽ അത് സ്വീകരിക്കേണ്ടവനാണ്. ഉമിർത്തു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതായ വാക്കായി അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖുൽ, ഓ നബിയെ പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, ഞാൻ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ്, എനിക്ക് മറഞ്ഞ കാര്യം അറിയും എന്നും ഞാൻ പറയുന്നില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്, ഞാൻ ഒരു രാജാവാണ്, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്ന ഒരു രാജാതിരാജനാണ് എന്നും ഞാൻ പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലൈഹി, തീർച്ചയായും എനിക്ക് എന്താണോ വഹിയായി അല്ലാഹു തആലയിൽ നിന്നും ഇറങ്ങി വരുന്നത് അത് ഞാൻ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ വ്യക്തമാണ്. ധാരാളം തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കേണ്ട അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ അടിമയായ ഒരു വ്യക്തിയോട് എല്ലാം ഉടമപ്പെടുത്തുന്നത് താങ്കളാണ്, താങ്കളെടുത്ത് ലൗഹിന്റെയും അതുപോലെ തന്നെ കലമിന്റെയും എല്ലാം അറിവും താങ്കളെടുത്തുണ്ട്, താങ്കളുടെ കയ്യിലാണ് ദുനിയാവും ആഖിറത്തും എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബൂസീരിയുടെ ബുർദ പോലെയുള്ളത് തികച്ചും ഇത്തരത്തിലുള്ള ഹദീസിന് വളരെ വ്യക്തമായ വിരുദ്ധമായ കാര്യമാണ് എന്ന് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് വളരെ ദഖീഖായ, വളരെ സൂക്ഷ്മമായ ഒരു പാഠമായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ഉമിർത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവിടുന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കേണ്ട അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫായിദയായി പറയുന്നത് അന്നഹു ലാ ബുദ്ദ മിന സുജൂദി അലാ ഹാദിഹിൽ അഅ്ളാഇ സബ്അ, തീർച്ചയായും ഈ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. വദാലിക ലിഅന്ന സീഗത്തൽ ഖബരി തദുല്ലു അലാ തഅക്കുദിഹാ, കാരണം ഇവിടെ ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമാണ് എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ 7 അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നൊരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഒരാൾ നെറ്റിമുട്ടിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് അഥവാ കഴിവുണ്ടായിരിക്കെ തന്നെ അങ്ങനെ സുജൂദ് ചെയ്താൽ അവിടെ സുജൂദ് ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്, മാറ്റി നിസ്കരിക്കേണ്ടതുണ്ട്. വേറൊരാൾ ഒരു കൈ മാത്രം കുത്തി മറ്റേ കൈ കുത്തിയില്ല, അങ്ങനെ സുജൂദ് ചെയ്താൽ സുജൂദ് ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്. വേറൊരാൾ ഒരു കാലിന് മുകളിൽ മറ്റേ കാല് കയറ്റി വെച്ചു, അങ്ങനെ കാല് രണ്ടും കുത്തിയില്ല, അപ്പോഴും നിസ്കാരം ബാത്തിലായ കാര്യമാണ്. അതുകൊണ്ട് ഈ 7 അവയവങ്ങളിലും അഥവാ മൂക്കുൾപ്പെടെയുള്ള 7 അവയവങ്ങളിലും സുജൂദ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അതിന് വിരുദ്ധമായി ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവരോട് വളരെ ഗൗരവത്തിൽ നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അത്രയും ഗൗരവമുള്ള നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഇത്. ഇനി ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്
എന്നുള്ളത് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. അത് മറ്റു ചില ഹദീസുകളിലുള്ള കാര്യമാണ്. സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. സുജൂദിന്റെ രൂപം 7 അവയവങ്ങളിലാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഒരാൾ ഇഅ്തിദാലിൽ നിന്നും സുജൂദിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് ചില ഹദീസുകളിൽ വേറെ വന്നിട്ടുണ്ട്. ആ ഹദീസുകളൊന്നും തന്നെ ഇമാം ബുഖാരിയോ മുസ്ലിമോ ഉദ്ധരിച്ച ഹദീസുകളല്ല. മറിച്ച് ആ ഹദീസുകളിൽ പലതും പല പണ്ഡിതന്മാരും ദുർബലമാണ് എന്ന് പറഞ്ഞവരാണ്. ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ ഹദീസുകൾ ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അത് സ്വഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആ ഹദീസിനെ കുറിച്ച് അത് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ധാരാളമായി ചർച്ച ചെയ്തതും കാണാൻ സാധിക്കും. ഈ ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കിതാബ് സ്വലയിൽ ബാബു കൈഫ യളഉ റുക്ബതൈഹി ഖബ്ല യദൈഹി, എങ്ങനെയാണ് കൈകൾക്ക് മുമ്പായി മുട്ടുവെക്കുക എന്ന അധ്യായത്തിലാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല സുജൂദ് ചെയ്യേണ്ട രൂപവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സജദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ഒരൊട്ടകം അത് വീഴുന്നത് പോലെ അവൻ അങ്ങനെ വീഴാൻ പാടില്ല. വൽയദഅ യദൈഹി ഖബ്ല റുക്ബതൈഹി, അവന്റെ മുട്ടിന് മുമ്പായി അവൻ കൈകൾ വെക്കട്ടെ എന്നാണ്. ഈ ഒരൊറ്റ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൈയാണോ ആദ്യം വെക്കേണ്ടത് മുട്ടാണോ ആദ്യം വെക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. കാരണം ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്തുള്ളതും അവസാന ഭാഗത്തുള്ളതും വൈരുദ്ധ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ റാവിയുടെ കയ്യിൽ നിന്നും ആ വാക്ക് മാറിപ്പോയതാണ് എന്നുള്ളതാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടെ പറഞ്ഞു ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ഒട്ടകം വീഴുന്നത് പോലെ ഒരാൾ വീഴാൻ പാടില്ല എന്നുള്ളതാണ്. ഒട്ടകം എങ്ങനെയാണ് വീഴുക? ഒട്ടകം അത് നിൽക്കുന്ന സമയത്ത് അത് താഴേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി, ആളുകൾ ഇറക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അത് വിശ്രമിക്കുന്നതിന് വേണ്ടി വീഴുന്ന സമയത്ത് അതിന്റെ മുൻഭാഗമാണ് അത് ആദ്യമായി ഭൂമിയിലേക്ക് പതിപ്പിച്ചുകൊണ്ട് കിടക്കുക. മുൻഭാഗം ഇങ്ങനെ താഴ്ന്നുകൊണ്ടാണ് ആദ്യമായി ഭൂമിയിലേക്ക് പതിക്കുക. അപ്പൊ ആ രൂപത്തിൽ കിടക്കാൻ പാടില്ല എന്ന കൈഫിയത്ത് വളരെ വ്യക്തമായിട്ടൊരു ഖാഇദ പോലെ ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യദൈഹി ഖബ്ല റുക്ബതൈഹി, അവൻ തന്റെ 2 കൈകളും മുട്ടിനു മുമ്പായി വെക്കട്ടെ എന്നുള്ളത് റാവിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മഖ്ലൂബായ ആ ഭാഗം മാറിപ്പോയതാണ്. യഥാർത്ഥത്തിൽ റാവി പറയേണ്ടത് വൽയദ റുക്ബതൈഹി, അതുകൊണ്ട് അവന്റെ മുട്ട് 2 ആദ്യം വെക്കട്ടെ ഖബ്ല യദൈഹി എന്നായിരുന്നു എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള മുൻഗാമികളും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും ആധുനികരായ ഷെയ്ഖ് ഇബ്നു ബാസ് അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള പോലെയുള്ള പല പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ പറയുന്നത് ഒട്ടകം എങ്ങനെയാണ് അത് വീഴാറുള്ളത് എന്ന് നമ്മളെല്ലാവരും കാണാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഒട്ടകം അത് വീഴുന്ന സമയത്ത് ആദ്യം അതിന്റെ പിൻകാലുകൾ കുത്താറില്ല, മറിച്ച് മുൻകാലുകളാണ് അത് മടക്കിക്കൊണ്ട് താഴേക്ക് വീഴാറുള്ളത്. അതുകൊണ്ട് ആ കൈഫിയത്താണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതല്ലാതെ ഒട്ടകത്തിന്റെ മുട്ടുകൾ അതിന്റെ മുൻകാലിലാണോ അല്ലേ എന്നുള്ള ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, സമ്മതിക്കാം ഒട്ടകത്തിന്റെ മുൻകാലുകളിലാണ് അതിന്റെ മുട്ടുകൾ ഉണ്ട് എന്ന് സമ്മതിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ എന്തു പറഞ്ഞിട്ടില്ല? ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ഒട്ടകം എങ്ങനെയാണോ മുട്ടുകുത്തുന്നത്, എങ്ങനെയാണോ ഒട്ടകം ഏത് അവയവങ്ങളിലാണോ മുട്ടുകുത്തുന്നത് ആ അവയവങ്ങളിൽ നിങ്ങൾ കുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളത് അതിന്റെ കൈഫിയത്തിനെ, ഏത് ഭാഗമാണ് ആദ്യം താഴേക്ക് വീഴുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ലാതെ അവിടുന്ന് ഒരിക്കലും അത് ഒട്ടകത്തിന്റെ ഇന്ന അവയവങ്ങളിലാണ് ഒട്ടകം മുട്ടുകുത്തുന്നത് അതുകൊണ്ട് ആ അവയവങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന്റെ മുൻകൈകളിലാണ് അതിന്റെ കൈമുട്ട് ഉള്ളത് എന്ന് സങ്കല്പിച്ചാലും നമ്മുടെ ആ കാര്യത്തിലേക്ക് വരുന്നില്ല എന്നതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി പറയുന്ന പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ലഫ്ള് അത് ശരിയാണ്, ഒട്ടകത്തിന്റെ ഇന്നാലിന്ന രൂപത്തിലാണ്, അതിന്റെ മുൻഭാഗത്താണ് അതിന്റെ മുട്ടുള്ളത്, അതുകൊണ്ട് ആ മുൻഭാഗം കുത്തുക എന്നുള്ളത് മുട്ടുകുത്തുക എന്നുള്ളതിന് തുല്യമാണ്, അതുകൊണ്ട് മുട്ടുകുത്തി പോകാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് വ്യക്തമായ ശക്തമായ ഖിലാഫുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പലപ്പോഴും ഖിലാഫുള്ള വിഷയങ്ങളിൽ നമുക്ക് പരസ്പരം ശത്രുത പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഈ ഹദീസാണ് ആദ്യമായി അവർ പറയാറുള്ളത്. കാരണം ഇത് അങ്ങനെ ഒരു വിശാലമായ അഭിപ്രായമുള്ള ഒരു ഹദീസാണ്. കാരണം ഒരൊറ്റ ഹദീസിലാണ് 2 പണ്ഡിതന്മാരും 2 പേർക്കുമുള്ള തെളിവ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഈ ഹദീസിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് മനസ്സിലാക്കി ഒരു വ്യക്തി മുട്ടുകുത്തി സുജൂദ് ചെയ്താൽ വേറൊരു വ്യക്തി കൈകുത്തി സുജൂദ് ചെയ്താൽ അവർ 2 പേരും പരസ്പരം ആക്ഷേപിക്കേണ്ടതില്ല. എന്നാൽ 2ഉം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ ന്യായമില്ല. 2ഉം ശരിയാണെന്ന് പറയാൻ ന്യായമില്ല. ഒരാൾ പഠിച്ചുകൊണ്ട് അയാൾക്ക് ഏതാണോ കൂടുതൽ മനസ്സിലായത് അത് അയാൾക്ക് ചെയ്യാമെന്നാണ്. എന്നാൽ ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫ്ളഹുല്ലാ
അദ്ദേഹം ഈ ഹദീസുകളെ പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ദുർബലം തന്നെയാണ്. ഈ വിഷയം ഇപ്പോൾ ഉദ്ധരിച്ച ഇമാം അഹ്മദിന്റെ ഈ ഹദീസും ദുർബലം തന്നെയാണ്. പിന്നീട് നമുക്ക് ഈ ഹദീസിൽ തെളിവായിട്ട് ബാക്കിയുള്ളത് അസറുകളാണ്, സഹാബത്തിന്റെ അസറുകളാണ്. സഹാബത്തിന്റെ അസറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും. അഥവാ സഹാബത്തിൽ തന്നെ ഈ രണ്ട് രൂപത്തിലും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് നോക്കിയാൽ അദ്ദേഹം കൈകളാണ് ആദ്യം കുത്തേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ്. കൈകളാണ് ആദ്യം കുത്തേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉപ്പയായ ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റിവായത്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മുട്ടാണ് ആദ്യം കുത്തേണ്ടത് എന്നുള്ളതാണ്. ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ല അദ്ദേഹം ഇതിനെ തർജീഹ് ചെയ്യുന്നത് ആ ഒരു രൂപത്തിലാണ്. ഇവിടെ ഇബ്നു ഉമറുമുണ്ട്. ആരാണ് കൂടുതൽ ഫദ്ലുള്ളത്, ആർക്കാണ് കൂടുതൽ ദറജയുള്ളത്, ആർക്കാണ് കൂടുതൽ സ്ഥാനമുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ അസറിനെയാണ് തർജീഹ് ചെയ്യുന്നത്, ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കി പറയുന്നത്. എന്നാൽ അതല്ലാതെ തന്നെ ഈ ഹദീസിനെ സഹീഹാക്കിയ പണ്ഡിതന്മാർ ആ നിലക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു വ്യക്തി അത് പഠിച്ചുകൊണ്ട് ഏതാണ് കൂടുതൽ ശരിയെന്ന് അയാൾക്ക് മനസ്സിലായാൽ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒരിക്കലും തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരാളോട് അൽ സുന്നത്തിനെതിരായി അൽ സുന്നത്ത് ശരിയായി പിൻപറ്റാത്ത ആളാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു വെറുപ്പുണ്ടാകേണ്ട ഒരു വിഷയമല്ല. മറിച്ചൊരു വിശാലമായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമായി മനസ്സിലാക്കുക. ഇതിനെല്ലാം പുറമെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽപ്പെട്ട ഒരു കാര്യമല്ല, അഭിവാജ്യമായ ഘടകങ്ങളിൽപ്പെട്ട ഒരു കാര്യമല്ല. ഇതൊരാൾ മനഃപൂർവ്വം കൈയാണ് കുത്തേണ്ടത് എന്നറിഞ്ഞ് മുട്ടുകുത്തിയാലും മുട്ടാണ് കുത്തേണ്ടത് എന്നറിഞ്ഞ് കൈ കുത്തിയാലും അയാളുടെ നിസ്കാരത്തിന് ഒരു നിലക്കും ബാധിക്കുന്നില്ല. നിസ്കാരത്തിന്റെ വാജിബുകളിൽപ്പെട്ട കാര്യവും അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അയാൾ നിസ്കാരത്തെ ബാധിക്കുന്നില്ല. നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മനഃപൂർവ്വം അറിഞ്ഞിട്ട് ഏതെങ്കിലും രൂപത്തിൽ മാറി ചെയ്താലും ഇതിൽ നിസ്കാരത്തിനെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കൂടുതൽ സൂക്ഷ്മമായി പിൻപറ്റാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ വിശാലമായി പഠിക്കുകയും അതിലൊരു അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ പരസ്പരം സുന്നത്തിനെതിരാകുക, അവൻ സുന്നത്തിന് മനസ്സിലാക്കിയിട്ടില്ല, അവൻ സുന്നത്തിനെതിരാണ് ചെയ്യുന്നത് എന്ന് ആക്ഷേപിക്കേണ്ടതായ ഒരു ഹദീസല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത്, ഇതിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ, യദൈൻ നമ്മൾ പറഞ്ഞു, രണ്ട് കൈകളെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൈകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ കൈ രണ്ടും കൈയുടെ മേൽഭാഗമാണ് താഴേക്ക് കുത്തിയാലും അയാളുടെ സുജൂദ് ശരിയാകും. കാരണം കൈകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സുന്നത്തിന് അവിടെ എതിരാണ്. ഒരാൾ കൈയുടെ മേൽഭാഗമാണ് കുത്തിയിട്ട് സുജൂദിൽ പോയാലും അയാളുടെ നിസ്കാരം ശരിയാകും, സുജൂദും ശരിയാകും. അവിടെ സുന്നത്തിനെതിരാണെന്ന് പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളം കൈയാണ് സുജൂദിൽ കുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം യദ് എന്നുള്ള പദം ഉള്ളം കൈയും പുറം കൈയും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ കാലിന്റെ കാര്യത്തിൽ അത്റാഫുൽ ഖദമൈൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാലിന്റെ ഏതെങ്കിലും ഭാഗം തട്ടിയാൽ പോരാ. ഒരാൾ കാലിന്റെ രണ്ട് പാർശ്വഭാഗങ്ങൾ, ഇങ്ങനെ സൈഡ് ഭാഗങ്ങൾ സുജൂദിൽ എങ്ങനെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സുജൂദ് ശരിയാവുകയില്ല. മറിച്ച് വിരലിന്റെ ഭാഗങ്ങൾ, അഗ്രഭാഗങ്ങൾ തന്നെ അവിടെ തട്ടേണ്ടതുണ്ട്. അത് തട്ടാതെ ഒരാൾ കാലുകൾ രണ്ടും ഉയർത്തി വെച്ച് കഴിഞ്ഞാലും അയാളുടെ സുജൂദ് ശരിയാവുകയില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരു ചോദ്യം, സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദിന്റെ ഭാഗങ്ങളും അതുപോലെ നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനുമിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹായിൽ, ഒരു മറ ഉണ്ടായി കഴിഞ്ഞാൽ സുജൂദ് ശരിയാകുമോ എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഈ വിഷയത്തിൽ ചെറിയൊരു വിശദീകരണം പറയേണ്ടതുണ്ട്. ഒന്നാമതായിട്ടുള്ളത്, ഇങ്ങനെ മറയായിട്ട് വരുന്നത് ഒരു അവയവത്തിന്റെ മുകളിൽ മറ്റൊരു അവയവം തന്നെയാണെങ്കിൽ സുജൂദ് ശരിയാവുകയില്ല. ഏതുപോലെ ഒരാൾ രണ്ട് കൈകൾ അടുപ്പിച്ച് വെച്ചിട്ട് അതിനു മുകളിൽ നെറ്റി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അയാളുടെ സുജൂദ് ശരിയാവുകയില്ല. കാരണം സുജൂദിന്റെ ഒരു അവയവത്തിന്റെ മുകളിൽ മറ്റൊരു അവയവം വെച്ചു കഴിഞ്ഞാൽ സുജൂദ് ശരിയാവുകയില്ല. കാരണം മുകളിൽ വെക്കപ്പെടുന്ന അവയവം അത് യഥാർത്ഥത്തിൽ നിലത്ത് പതിക്കുന്നില്ല. 7 അവയവങ്ങളും നിലത്ത് പതിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഒരാളുടെ സുജൂദ് ശരിയാവുകയില്ല. അതുപോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഒരു കൈയുടെ മുകളിൽ മറ്റേ കൈ വെച്ചു, ബാക്കിയെല്ലാം കൃത്യമായി വെച്ചു, അപ്പോഴും സുജൂദ് ശരിയാവുകയില്ല. വലത്തെ കാൽ ഇടത്തെ കാലിന് മുകളിൽ വെച്ചു, അല്ലെങ്കിൽ ഇടത്തെ കാൽ വലത്തെ കാലിന് മുകളിൽ വെച്ചു, അങ്ങനെ ചെയ്താലും സുജൂദ് ശരിയാവുകയില്ല. അപ്പൊ ഹായിൽ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഒന്ന്, ഒരവയവത്തിന് മുകളിൽ മറ്റൊരു അവയവം വെച്ചു, അഥവാ ഭൂമിക്കും ഒരവയവത്തിനും ഇടയിൽ മറ്റൊരു സുജൂദിന്റെ അവയവം തന്നെയാണ് ഇടയിലായി വരുന്നത് എങ്കിൽ സുജൂദ് ശരിയാവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിലില്ലാത്ത മറ്റൊരു തുണിയോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ഭൂമിയുടെയും സുജൂദിന്റെ അവയവങ്ങൾക്കിടയിലും വരിക.
അത് അനുവദനീയമാണ്. നമ്മൾ സാധാരണ ഇവിടെ ഇപ്പൊ കാർപ്പറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് തൊട്ട് താഴെ ഭൂമിയുള്ളൂ. കാർപ്പറ്റിന് മുകളിലായിട്ട്, ഭൂമിക്ക് മുകളിലായിട്ട് ഇവിടെ കാർപ്പറ്റ് ഉണ്ട്. അങ്ങനെ കാർപ്പറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് അതിൽ യാതൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള മുസല്ലകൾ ഉപയോഗിച്ചതായി, ഈന്തപ്പന ഓലയുടെ അതുകൊണ്ട് വെട്ടിയുണ്ടാക്കിയ മുസല്ല ഉപയോഗിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുവിന്റെ മുകളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് അത് നിരുപാധികമായി അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് നെറ്റിത്തടത്തേക്ക് മാത്രമായി ഒരാൾ എന്തെങ്കിലും തുണിയോ മറ്റോ വെക്കുക എന്നുള്ളത് അത് പാടില്ല. ഏത് നിലക്കാണത്? അത് റാഫിളകളോട് സാദൃശ്യപ്പെടുക എന്നുള്ള നിലക്ക് അത് പാടില്ല. അവർ നമുക്കറിയാൻ സാധിക്കും, റാഫിളകൾ അവർ സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റിത്തടത്തിന്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് ഒരു മണ്ണിന്റെ കട്ട ചുട്ടെടുത്തുകൊണ്ട് അവിടെ വെച്ച് അങ്ങനെ ചെയ്താലേ സുജൂദ് ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സുജൂദ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അതിൽ തന്നെ ഒന്നുകൂടി പരിധി വിട്ട ആളുകൾ അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ കർബലയിലുള്ള മണ്ണ് തന്നെ വേണം. ആ മണ്ണ് അവിടെ ഇറാനിൽ പോയി കർബലയിൽ നിന്നും ആ മണ്ണെടുത്തുകൊണ്ട് അത് ചുട്ടിട്ട് അത് അവിടുന്ന് വിൽക്കാൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് അവരുടെ മസ്ജിദുകളിൽ ഇങ്ങനെ നിരത്തി റാക്കിൽ വെച്ച് ഓരോരുത്തരും വരുന്ന സമയത്ത് അതെടുത്ത് സുജൂദ് ചെയ്യും. ചിലർ പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കും. അങ്ങനെ പോകുന്നിടത്തൊക്കെ അങ്ങനെ സുജൂദ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ ചെറിയ പായ പോലെയുള്ള കാര്യങ്ങൾ പോക്കറ്റിൽ വെച്ച് അത് നെറ്റിത്തടത്ത് വെച്ചിട്ട് അങ്ങനെ സുജൂദ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. പൊതുവെ നമ്മൾ ഷിയാക്കളുടെ കൂടെ ജീവിക്കാത്തത് കൊണ്ട് അത് കാണാത്തതാണ്. എന്നാൽ ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഷിയാക്കൾ അങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ഷിയാക്കളുള്ള മറ്റു ചില സ്ഥലങ്ങളുമുണ്ട്, അവിടെയൊക്കെ നമുക്കത് കാണാൻ പറ്റും കണ്ണുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ അത് ഷിയാക്കളുടെ പരിപാടിയാണ്. അതുകൊണ്ട് അതിനോട് സാദൃശ്യപ്പെടുന്നു എന്നുള്ള നിലക്ക് അങ്ങനെ ചെറിയൊരു ഭാഗത്തേക്കായിട്ട് ഒരു ഹായിൽ വെക്കുക എന്നുള്ളത്, ഒരു മറ വെക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത നിലക്ക് മുഴുവനായിട്ട് ഒരാൾ മുഖം മുഴുവൻ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു ടവൽ അവിടെ വിരിച്ചു, അത് തെറ്റില്ല. അല്ലെങ്കിൽ ഒരു മുസല്ല നമ്മൾ സാധാരണ രൂപത്തിൽ വിരിച്ചു, അത് തെറ്റില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹായിലായിട്ട് മറയായിട്ട് വരുന്ന വസ്തു അത് നമ്മുടെ ശരീരത്തിലുള്ള വസ്തു തന്നെയാണ്. ഇടയിലൊരു തുണിയല്ല. ഉദാഹരണത്തിന് നമ്മുടെ തലയിലിട്ടിട്ടുള്ള തട്ടം, ഷിമാഗ്, ഗുത്ര, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തട്ടം, അല്ലെങ്കിൽ താക്കിയ, തൊപ്പി പോലെയുള്ള കാര്യങ്ങൾ, ഇതാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അതൊരു ഹാജത്തില്ല എങ്കിൽ, ഒരു ആവശ്യമില്ല എങ്കിൽ മക്രൂഹാണ്, അത് ചെയ്യരുത്. അതുകൊണ്ട് ഇമാമ പോലെ ഇട്ട തലയിൽ കെട്ടുന്ന പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള നാടുകളിൽ, അല്ലെങ്കിൽ തൊപ്പിയിടുന്ന ആളുകൾ ആ സമയത്ത് സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദിനുള്ള ഭാഗം അവിടെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതല്ലാതെ മുഴുവനായിട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ മുഴുവൻ തുപ്പി ഇങ്ങനെ മറയുന്ന രൂപത്തിലാകാൻ പാടില്ല. അത് കറാഹത്താണ്, ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല, അത് കറാഹത്താണ്. അതുകൊണ്ട് സുജൂദ് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് തന്നെ നെറ്റിത്തടം അത് തുറന്നുകൊണ്ടിരിക്കുക, തുറന്ന അവസ്ഥയിൽ ഉണ്ടാവുക എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എന്തെങ്കിലും ഒരു ഹാജത്ത് വരികയാണെങ്കിൽ, അഥവാ ശക്തമായ ചൂട് ആ നിലത്തുണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള സമയത്ത് ഒരാൾക്ക് വേണമെങ്കിൽ തന്റെ തൊപ്പിയോ അല്ലെങ്കിൽ ഗുത്രയോ, അല്ലെങ്കിൽ ചില ആളുകളുടെ സൗബ് അത് വലിയ, അവരുടെ കൈ വളരെ നീളമുള്ളതായിരിക്കും, അതിങ്ങനെ വിശാലമാക്കി അതിനു മുകളിലും ഒക്കെ സുജൂദ് ചെയ്യുക എന്നുള്ളത് അത് അനുവദനീയമാണ്. സഹാബത്ത് അങ്ങനെ ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദിന്റെ അവയവങ്ങളും അതുപോലെ നിലത്തും തമ്മിൽ മറയുണ്ടാകാൻ പാടില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് പറഞ്ഞത്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, സുജൂദിന്റെയും അതുപോലെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന്റെയും ഇടയിൽ ഉള്ള മറ അത് സുജൂദിന്റെ അവയവങ്ങൾ തന്നെയായി മാറുന്ന അവസ്ഥയാണ് എങ്കിൽ അത് മംനൂ ആണ്, സുജൂദ് ശരിയാവുകയില്ല. ഒരാൾ തന്റെ ഇരു കൈകൾക്ക് മുകളിലായി നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ അത് പാടില്ലാത്ത കാര്യമാണ്, നിസ്കാരം ശരിയാവുകയില്ല. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, സുജൂദിന്റെ അവയവങ്ങളും അതുപോലെ തന്നെ നിലവും അതിന്റെ ഇടയിൽ ഉള്ളത് മൂന്നാമതായി മറ്റൊരു വസ്തുവാണ്, ശരീരത്തിലുള്ള വസ്തുവുമല്ല ശരീരത്തിന്റെ അവയവങ്ങളുമല്ല എങ്കിൽ അത് ജായിസാണ്. എന്നാൽ നെറ്റിത്തടത്ത് മാത്രമായി ഷിയാക്കൾ ചെയ്യുന്നത് പോലെ, റാഫിദകൾ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മൂന്നാമതായി ശരീരത്തിലെ വസ്ത്രങ്ങൾ തന്നെയാണ് നമ്മുടെ നെറ്റിത്തടത്തിന്റെയും നമ്മുടെ അതുപോലെ തന്നെയുള്ള സുജൂദിന്റെ ഭാഗം, ഭൂമിയുടെ ഭാഗത്തിന്റെയും ഇടയിലായി വരുന്നത് എങ്കിൽ അത് ജായിസാണ്. പക്ഷേ അത് മക്രൂഹാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ഹാജത്തുണ്ട് എങ്കിൽ, ആവശ്യമുണ്ട് എങ്കിൽ അത് ജായിസാണ് എന്നതാണ് നമ്മൾ
മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത ഹദീസും നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഹദീസാണ്. അതുകൂടി നമുക്കിന്ന് വായിക്കാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല الصلاة يكبر حين يقوم ثم يكبر حين يركع ثم يقول سمع الله لمن حمده حين يرفع صلبه من الركعة ثم يقول وهو قائم ربنا ولك الحمد ثم يكبر حين يحوي ساجدا ثم يكبر حين يرفع رأسه ثم يكبر حين يسجد ثم يكبر حين يرفع رأسه ثم يفعل ذلك في الصلاة كلها حتى يقضيها ويكبر حين يقوم من السنتين بعد الجلوس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തക്ബീറുകളും, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ പിന്നീടുള്ള മറ്റെല്ലാ തക്ബീറുകളും എവിടെയായിരുന്നു എന്ന് വളരെ കൃത്യമായി അറിയിക്കുന്ന ഒരു ഹദീസാണിത്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാന വെച്ച് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് പതിവായി ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്താണത്? ഇദാ ഖാമ ഇല സ്വലാ, നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ അഥവാ നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ, യുകബ്ബിറു ഹീന യഖൂം, ആ നിന്ന ഉടനെ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ എന്ന് തക്ബീർ പറയും. ഇത് നമുക്കറിയാം, ഇത് റുക്നാണ്, നിസ്കാരത്തിലെ റുക്നാണ്, തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹീന യഖൂം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിന്നുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത്. നമുക്ക് അതിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നിർബന്ധമായ ഒരു കാര്യമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുകയും വേണം, അത് നിന്നുകൊണ്ട് പറയണം. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇവിടെ ഇമാമ് റുക്കൂയിലായിട്ടുള്ള സമയത്ത്, ഓടി വരുന്ന സമയത്ത് നിൽക്കുന്നതിന് മുമ്പ് തന്നെ സഫിലെത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അങ്ങനെ കുനിഞ്ഞുകൊണ്ടായിരിക്കും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിസ്കാരം ശരിയാവുകയില്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് തന്നെ പറയണം. തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് തന്നെ പറയണം അല്ലാഹു അക്ബർ, എന്നിട്ട് വേഗം റുക്കൂയിലേക്ക് പോകാം. അവിടെ പിന്നീട് രണ്ടാമത്തൊരു തക്ബീർ വേണോ വേണ്ടേ എന്നുള്ളത് പണ്ഡിതന്മാർ ചിലർ ആ തക്ബീറത്തുൽ ഇന്തിഖാൽ ആവശ്യമില്ല, ഇവിടെ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞതായി കാണാം. ചിലർ രണ്ടും കൂടി പറയലാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞതായും കാണാം. എന്ത് തന്നെയായാലും ആ തക്ബീറത്തുൽ ഇഹ്റാം അത് നിന്ന അവസ്ഥയിൽ തന്നെ പറയേണ്ടതുണ്ട്, അതല്ലാതെ പറയാൻ പാടില്ല. ഇന്നൊരാൾ ഇരുന്ന സമയത്ത്, ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞാലോ? അതും പറ്റൂല. നിന്നിട്ട് തന്നെ എന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാം പറയേണ്ടതുണ്ട്. ആ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഹീന യഖൂമു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കാര്യമാണ്. സുമ്മ യുകബ്ബിറു ഹീന യർക, പിന്നീട് റുക്കൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് പറയണം. അത് വാജിബായ കാര്യമാണ്. ഒരാൾ മറന്നുപോയാൽ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. ഒരാൾ മറന്നുപോയാൽ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യാം. ഒരു കുറവാണ് അയാൾ വരുത്തിയിട്ടുള്ളത് എങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അയാൾ ചെയ്താൽ മതി. അത് ഏതൊരു തക്ബീർ മറന്നാലും, തക്ബീറത്തുൽ ഇഹ്റാം മറന്നാൽ നിസ്കാരം ബാത്തിലായി, മാറ്റി നിസ്കരിക്കണം. വളരെ സാധ്യത കുറവാണ്. അതല്ലാത്ത തക്ബീറുകൾ മറന്നാൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി. പിന്നീട് തക്ബീർ പറയാൻ നിൽക്കേണ്ടതില്ല, അങ്ങനെ ചെയ്യേണ്ടതുമില്ല. സുമ്മ യഖൂലു സമി അല്ലാഹു ലിമൻ ഹമിദ, അഥവാ പിന്നീട് അവിടുന്ന് ഉയരുന്ന സമയത്ത്, അഥവാ ഹീന യർഫഉ സുൽബഹു മിനർ റക്അ, അഥവാ മുതുക് നേരെയാക്കുന്ന സമയത്ത് എന്തു പറയണം? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഇമാമായിട്ടുള്ളവരും അതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളും ആ ഉയരുന്ന സമയത്താണ്, നമ്മൾ പറഞ്ഞു മുമ്പേ തന്നെ, തക്ബീറത്തുൽ ഇന്തിഖാലുകളും അതുപോലെ സമി അല്ലാഹു ലിമൻ ഹമിദ, ഇമാമും ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളും മഅ്മൂം റബ്ബന വലക്കൽ ഹംദ്, ഇതെല്ലാം അതിനിടയിലാണ് പറയേണ്ടത്. എഴുന്നേറ്റ് നിന്നതിന് ശേഷം അല്ല ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടത്. മറിച്ച് എഴുന്നേൽക്കുന്നതിന്റെ ഇടയിൽ തന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇമാം എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു സുമ്മ യഖൂലു വഹുവ ഖായിം, കാരണം വളരെ കൃത്യമായി ഹദീസിൽ പറഞ്ഞു സുമ്മ യഖൂലു വഹുവ ഖായിം, പിന്നീട് നിന്നുകൊണ്ട് അവൻ പറയേണ്ടത് എന്താണ്? റബ്ബന വലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ് എന്ന് നിന്നുകൊണ്ട് അവൻ പറയേണ്ടതാണ്. കാരണം ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഇമാമിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടുന്ന് ഇമാമാണ്, അവിടുന്ന് ഒരിക്കലും മഅ്മൂമായിട്ടില്ല. അപ്പൊ ഇമാമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. റബ്ബന വലക്കൽ ഹംദ് എന്ന് നിന്നതിന് ശേഷം പറയേണ്ടതുണ്ട്. സുമ്മ യുകബ്ബിറു ഹീന യഹ്വി സാജിദൻ, പിന്നീട് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് സുജൂദിലേക്ക് പോയത്. സുമ്മ യുകബ്ബിറു ഹീന യർഫഉ റഅസഹു, പിന്നീട് സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോൾ അഥവാ ഇടയിലിരുത്തത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സുമ്മ യുകബ്ബിറു ഹീന യസ്ജുദ്, പിന്നീട് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുമ്പോൾ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സുമ്മ യുകബ്ബിറു ഹീന യർഫഉ റഅസഹു, പിന്നീട് അതിൽ നിന്ന് ഉയരുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സുമ്മ യഫ്അലു ദാലിക ഫിസ്സലാത്തി കുല്ലിഹാ ഹത്താ യഖ്ദിയഹാ, പിന്നീട് നിസ്കാരം കഴിയുന്നത് വരെ മുഴുവൻ നിസ്കാരത്തിലും ഇങ്ങനെ തന്നെയാണ്. കാരണം ഈ കാര്യങ്ങൾ രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലൊക്കെ ഉണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് എന്ന് കാണാം. വയുകബ്ബിറു ഹീന യഖൂമു മിനസ് സിൻതൈനി ബഅദൽ ജുലൂസ്,
പിന്നീട് 2 റക്അത്തിന് ശേഷം അവിടെ തശഹുദുൽ അവ്വലിന് ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമും അതുപോലെയുള്ള തക്ബീറത്തുൽ ഇന്തിഖാലും അതുപോലെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നുള്ളതും റബ്ബന വലക്കൽ ഹംദ് എന്നുള്ളതും ഇതെല്ലാം കൃത്യമായി എവിടെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്ന് വിശദീകരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹദീസാണ്. ഇതിൽ തക്ബീറത്തുൽ ഇഹ്റാം അത് നിസ്കാരത്തിന്റെ റുക്നാണ്. അതല്ലാത്ത മുഴുവൻ തക്ബീറുകളും വാജിബുകളാണ്. അത് മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലായി. ഒരാൾ റുക്കൂലേക്ക് പോകുമ്പോൾ മനഃപൂർവ്വം തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയാതെ റുക്കൂലേക്ക് പോയാലോ നിസ്കാരം ബാത്തിലായി. പിന്നീട് ഒന്നും ചെയ്യാനില്ല, കൈ അഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരാൾ മനഃപൂർവ്വം എഴുന്നേൽക്കുന്ന സമയത്ത് സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ടില്ല, ഇമാമ് പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല, അയാൾ നിസ്കാരം അതോടെ ബാത്തിലായി. അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് മനഃപൂർവ്വം ഒരാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നിസ്കാരം ബാത്തിലായി. പിന്നീട് സഹവിന്റെ സുജൂദോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, അവിടെ കൈ അഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനഃപൂർവ്വമാണെങ്കിൽ അങ്ങനെ. മറന്നാലോ നേരത്തെ പറഞ്ഞതുപോലെ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് സഹവിന്റെ സുജൂദ് അത് ചെയ്യുക. സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് സഹവിന്റെ സുജൂദ് ചെയ്യുക. അതാണ് വാജിബുകളുടെ മൊത്തത്തിലുള്ള ഹുക്ം. അതേ വാജിബിന്റെ ഹുക്മിൽ തന്നെയാണ് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമിനും അതുപോലെ റബ്ബന വലക്കൽ ഹംദു എന്നുള്ളത് ഇമാമിനും അതുപോലെ മഅ്മൂമിനും മുൻഫരിദിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിലുള്ള പാഠങ്ങൾ. ഇൻഷാ അല്ലാഹ് സിഫത്തു സലാത്തിലെ മറ്റ് ഹദീസുകൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് ഇഖ്ലാസോടുകൂടി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.